പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കലും പോലീസുമായി തർക്കം. LDF പ്രവർത്തകരെ പോലീസ് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പരാതി. BJP പ്രവർത്തകർക്ക് അനുകൂലമായി ചില പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുവെന്നാണ് ആരോപണം. വിവരങ്ങളുമായി കോട്ടയത്തു നിന്ന് ടോബി ജോൺസണാണ് ചേരുന്നത്. ടോബി, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ പൂഞ്ഞാറിലും പാലയിലും ഒക്കെ വലിയ തോതിൽ NDA വോട്ട് നേടും എന്ന് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന ചില മണ്ഡലങ്ങളാണ്. ഇപ്പോൾ ഈ പരാതി എന്താണ് നടപടി? ക്രിസ്റ്റിന പ്രജിൻ, ഈ ഒരു പരാതി അല്പസമയം മുമ്പാണ് ഉണ്ടായത്. അതായത് കൂവപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പാറത്തോട് പഞ്ചായത്താണ്. അവിടുത്തെ 102, 103, 104 ബൂത്തുകളുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ LDF പ്രവർത്തകരോട് പോലീസ് അല്പം മോശമായി പെരുമാറുന്നു, പക്ഷപാതിത്വം കാണിക്കുന്നു. അതായത് ക്യാൻവാസിംഗും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA പറയുന്നത്. അതായത് BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു എന്നൊരു ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് അവിടെ എത്തിയ സ്ഥലത്തെത്തിയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവിടെയും ഒരു തർക്കമുണ്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പരാതി നൽകാൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ LDF സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അവിടെ ഒരു പക്ഷപാതിത്വം കാണിച്ചു എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് വോട്ടിന് പണം നൽകി എന്നൊരു ആക്ഷേപം BJPക്കെതിരെ LDF പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു പരാതി MLA തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പൂഞ്ഞാറിൽ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത്. എന്തായാലും ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ. വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ വീറും വാശിയും ഈ വോട്ടേഴ്സിനെ കൊണ്ടുവരുന്നതിലും അവസാനഘട്ട പ്രവർത്തനങ്ങളിലും കാണാം. അതിന്റെ ബാക്കിയായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു തർക്കവും ഉണ്ടായിരിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. ടോബി ജോൺസണാണ് കോട്ടയത്ത് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി. പാറത്തോട് പഞ്ചായത്തിലെ കൂവപ്പള്ളി, അതായത് പൂഞ്ഞാർ നിയമമണ്ഡലത്തിലെ 102, 103, 104 ബൂത്തുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളി പോലീസ് LDF പ്രവർത്തകരോട് പക്ഷപാതപരമായി പെരുമാറുന്ന ഒരു നിലയുണ്ടായി. BJPയുടെ സ്വാധീനത്തിന് വഴങ്ങി BJP പ്രവർത്തകർക്ക് വേണ്ടി LDF പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും അവിടെ നിന്ന് പ്രവർത്തകരെ ഓടിക്കുകയും ഒക്കെ ചെയ്യുകയും വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത സ്ഥിതിയുണ്ടായി. അത് പ്രവർത്തകർ എന്നെ വിളിച്ച് പരാതി പറയുകയും അതേപോലെ തന്നെ ഞാനതുവഴി ബൂത്ത് സന്ദർശനമായി ചെന്ന അവസരത്തിൽ പോലീസിനെ അത് സംബന്ധിച്ച് താക്കീത് ചെയ്യുകയും പോലീസുമായി ചെറിയ ചില വാഗ്വാദം ഉണ്ടാവുകയും ചെയ്തു. പോലീസ് BJP പ്രവർത്തകരുടെ BJPയുടെ സ്വാധീനത്തിന് വഴങ്ങി പ്രവർത്തിച്ച ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ LDF സ്ഥാനാർത്ഥിയാണ് പ്രതികരണം അറിയിച്ചത്. ഈ പാലാ പൂഞ്ഞാർ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ അച്ഛനും മകനും NDAയുടെ സ്ഥാനാർത്ഥികളായി എത്തുന്നുവെന്ന ഒരു കൗതുകം കൂടിയുള്ള രണ്ട് മണ്ഡലങ്ങളാണ്. അവിടെ പൂഞ്ഞാറിലാണ് ഇത്തരത്തിൽ BJP പ്രവർത്തകരെ പോലീസ് സഹായിച്ചു എന്ന ആരോപണവുമായി LDF സ്ഥാനാർത്ഥി രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.